ഞാൻ അബൂബക്കർ സിദ്ദീഖ്. പുതിയ ചാപ്റ്ററാണ് നെപ്റ്റ്യൂൺ ചാപ്റ്റർ. സൈൻ ബോർഡാണ് നമ്മളെ കാറ്റഗറി. ഫുട്ബോൾ കളിയിലൊക്കെ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ ഏകദേശം ഒരു ലെവലിലൊക്കെ എത്തിയിരുന്നു. ഞങ്ങളെ ഇൻസ്പയർ ഞങ്ങളെ ടോസിലൂടെ നഷ്ടപ്പെടുത്തി. ഓക്കെ, എൻ്റെ ഒരു സംഗതി പറയാനുള്ളത്, ഞാൻ വന്നിട്ട് ആകെ ഒരു മാസമായിട്ടേ ഉള്ളൂ ഞങ്ങൾ. പക്ഷേങ്കിൽ നല്ലൊരു വർക്ക് എനിക്ക് കിട്ടാൻ സാധിച്ചു. ഇപ്പോൾ എക്സാമ്പിൾ പെയിൻറ്റിങ് കോൺട്രാക്റ്റുള്ള ഞങ്ങളെ ചാപ്റ്ററിലുള്ള ബബീഷ് എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് കാലിക്കറ്റുള്ള ടിയാര എന്ന് പറഞ്ഞ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഒരു വർക്ക് ഇപ്പോൾ ഓൺഗോയിങ് നടന്നുകൊണ്ടിരിക്കുക. ഏകദേശം മോർ ദാൻ 10 ലാഖിൻ്റെ ഒരു വർക്ക് എനിക്കത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നമ്മളെ കണക്റ്റ് ബേസ് ചെയ്തിട്ട് മുത്തൂറ്റ് ഫിൻകോർപ്പിൻ്റെ വർക്ക് ഞങ്ങൾക്ക് കിട്ടാൻ സാധിച്ചു. അത് ഞങ്ങളൊരു 5 സ്ഥലത്തേക്കുള്ള ബോർഡുകൾ ചെയ്തു കഴിഞ്ഞു. ഇതൊക്കെ 1 മന്തിനുള്ളിൽ കിട്ടിയ സംഗതികളാണ്. അപ്പോൾ കുറച്ചുകൂടി മുന്നേ വരേണ്ടിയിരുന്നു എന്നുള്ളൊരു തോന്നലുകൾ ഉണ്ടായി, വൈകിപ്പോയി. ഏതായാലും ഇൻഷാ അല്ലാഹ് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക. നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങളൊക്കെ എല്ലാത്തിനും സപ്പോർട്ടും നിങ്ങൾക്കും ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് ഓക്കെ ബൈ. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ് മിസ്റ്റർ അബൂബക്കർ സിദ്ദീഖ്. ബീന നെപ്റ്റ്യൂൺ ചാപ്റ്ററിലാണ്. നെപ്റ്റ്യൂണിൻ്റെ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോൾ നെപ്റ്റ്യൂൺ കഴിഞ്ഞ ഫുട്ബോൾ ടൂർണമെന്റിലെ പുതിയ ചാപ്റ്ററാണ് അവർ ലോഞ്ച് ചെയ്ത അതേ സമയത്ത് തന്നെ അടിപൊളി പെർഫോമൻസ് ആണ് നടത്തിയിട്ടുള്ളത്. ബി എൻ എ നെപ്റ്റ്യൂണിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. ഏതായാലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ബി എൻ എ നെറ്റ്വർക്ക് വളരെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ കീപ് അപ്പ് യുവർ ഗുഡ് വർക്ക്. ഓൾ ദ വെരി ബെസ്റ്റ്. സോ എൻ്റെ കാറ്റഗറി പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. നേരത്തെ നമ്മുടെ എജു സ്ലോട്ടിൽ പറഞ്ഞതുപോലെ ഒരു നിശ്ചയം എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി പറഞ്ഞിരുന്നു. അധികാരം ചെയ്യാത്തൊരു മേഖല പോയി എടുത്ത് അതിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. കോമ്പറ്റീഷനോ തല്ലിടാനൊന്നും വയ്യാത്തത് കൊണ്ട്. പക്ഷേ വിചാരിച്ച എളുപ്പമായിരുന്നില്ല എൻ്റെ കാറ്റഗറി വെച്ചിട്ട്. അത് ബി എൻ എക്ക് വരുന്നതിന് മുന്നേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പലപ്പോഴും ഞാൻ ക്ലയൻറ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ അവരെന്നോട് ചോദിക്കുന്നത് ഈ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാൻ പോകുന്ന കോച്ചിനെ ആർക്കും അറിയില്ലല്ലോ എന്നുള്ളതായിരുന്നു. അവരെ മൈക്രോ സെലിബ്രിറ്റി ആക്കാനാണ് ഞാൻ പോകുന്നത്, എന്നെ ആരും അറിയില്ല എന്നുള്ള ഒരു പ്രോബ്ലമായിരുന്നു ഞാൻ ഏറെ ഫേസ് ചെയ്തിരുന്നത്. അങ്ങനെയാണ് പിന്നെ നമ്മുടെ ബി എൻ ഐയിൽ വരുന്നതും. ഒരൊറ്റ ഫീച്ചർ പ്രസൻറ്റേഷനിലാണ് 10 ബി എൻ ഐ മെമ്പേഴ്സ് എന്നെ അതിനു മുന്നേ അറിയാത്ത ആ ഒരൊറ്റ ബി എൻ ഐ കണക്റ്റ് കൊണ്ട് എൻ്റെ പ്രോഗ്രാമിലേക്ക് വരുന്നത്. അന്ന് മുതലാണ് പിന്നീട് അവർക്കൊരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടായത്. വെറും 2 മാസം കൊണ്ട് ഏകദേശം 30ഓളം പ്രൗഡ് ബി എൻ ഐ മെമ്പേഴ്സിന് സെർവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ അഭിമാനമായിട്ട് ഞാൻ ഈ വേദിയിൽ പറയുകയാണ്. അതിനോട് പിന്നീടാണ് ബോബി ചൊമ്മണ്ണൂർ നമ്മളായിട്ട് കണക്ട് ചെയ്യുന്നതും. പിന്നെ ഇപ്പോൾ പുറത്തുനിന്നുള്ള ക്ലയൻസൊക്കെ നമുക്ക് വരുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും ബി എൻ ഐ മെമ്പേഴ്സിന് വേണ്ടി മാത്രം ഞാനൊരു പ്രോഗ്രാം എപ്പോഴും സ്ലോട്ട് ചെയ്യാറുണ്ട്. അതെൻ്റെ ജീവിതാവസാനം വരെ ഒരു നന്ദി സൂചകമായി ഞാൻ കാത്തു കൊണ്ടുപോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു വേദി എനിക്ക് ഒരുക്കി തന്ന, അതുപോലെ തന്നെ ബി എൻ എയോടുള്ള ആദരം ഞാൻ വീണ്ടും സമർപ്പിക്കുകയാണ്. ഒരു മൈക്രോ സെലിബ്രിറ്റി ആകണമെന്ന് നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നു, അന്ന് നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാൻ സന്തോഷപൂർവ്വം. അതിന് ഞാൻ ഈടാക്കുന്ന ഫീസ് എന്ന് പറയുന്നത് വെറും 20% മാത്രമാണ് മറ്റു ഔട്ട്സൈഡിൽ ഞാൻ കൊടുക്കുന്നത്. അത് ഈ എൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ്. താങ്ക് യു. ഹലോ, മൈസെൽഫ് സമദ് ഇരുവേറ്റി. ട്രെയിനിങ് ആൻഡ് കൺസൾട്ടിങ് ആണ് എൻ്റെ കാറ്റഗറി. ഒരു സക്സസ് സ്റ്റോറി പറയുന്നതിന് വേണ്ടിയാണ് നിങ്ങളെടുക്കൽ. 8 റൗണ്ട് കഴിഞ്ഞു, 2 റൗണ്ട് കൂടി നമ്മുടെ മുന്നിൽ ബാക്കിയുണ്ട്. 2-3 മാസം മുൻപ് വയനാട് വൈത്തിരി വില്ലേജ് റിസോർട്ടിൽ ഒരു ബിസിനസ് ടീമിൻ്റെ ലീഡർഷിപ്പിന് വേണ്ടി ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് ഒരു ബിസിനസ്സുകാരനും അയാളുടെ ഫാമിലിയും അവിടെ പുറത്തിരിക്കുന്നുണ്ട്. സെഷൻ കഴിഞ്ഞിറങ്ങിയപ്പോൾ അയാൾ എന്നെ വിളിച്ചു, സംസാരിച്ചു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ആക്ച്വലി ഇത് ഏതാണ് ടീം? ഞാൻ പറഞ്ഞു ഈ ടീമിനെ എനിക്കറിയില്ല, ഒരു കമ്പനിയുടെ ലീഡർഷിപ്പ് കാറ്റഗറിയിലുള്ള ആളുകളാണ്, ഞാൻ അവർക്ക് ലീഡർഷിപ്പ് സെഷൻ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ഓക്കെ, നിങ്ങളുടെ കോൺടാക്റ്റും തരണമെന്ന് പറഞ്ഞു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അദ്ദേഹം നമ്മുടെ മറ്റൊരു റീജിയനിലുള്ള ഒരു ബി എൻ ഐ മെമ്പറായിരുന്നു. ഏകദേശം ഒരു 2.5 മാസത്തെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ഒരു SOP സെറ്റിങ്സ് പ്ലസ് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ലീഡർഷിപ്പ് എംപവർമെൻറ്റ്. ഇത് എൻ്റെ സക്സസ് സ്റ്റോറിയാണോ അദ്ദേഹത്തിൻ്റെതാണോ എന്ന് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഞാനത് പറയാനുള്ള കാരണം, അത് കഴിഞ്ഞ് 2.5 മാസം ഇപ്പോൾ കഴിയുന്നു. അദ്ദേഹത്തിൻ്റെ നേരത്തെ ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആഗ്രഹത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് നിലവിലുള്ളൊരു ഓട്ടോമേഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്രൈസിസ്. ആ ഓട്ടോമേഷൻ പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. പക്ഷേ അദ്ദേഹം എനിക്ക് കിട്ടിയൊരു മെസ്സേജാണ്. ഞാൻ റീസെൻ്റായിട്ട് ബി എൻ ഐയിൽ ജോയിൻ ചെയ്യാനുള്ള കാര്യം 50,000 രൂപ എനിക്ക് അദ്ദേഹം തന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ് എനിക്കിതിന് താങ്ക് യു നോട്ട് ഇടാനുള്ള സ്പേസ് ഉണ്ടായില്ല എന്നുള്ളത്.
ആ ടാങ്കിനോടുള്ള സ്പേസ് ഇടുക എന്നുള്ള താല്പര്യത്തിൽ കൂടിയാണ് ആക്ച്വലി ഞാൻ BNIയുടെ പാർട്ടായി മാറിയത്. വളരെ മനോഹരമായ വൈബ്രൻ്റ് ആയ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയെ കിട്ടി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ മലപ്പുറം റീജിയൻ ദീപേഷ് ജി വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡ് ഈ സമയത്ത് എല്ലാ ചാപ്റ്ററിൻ്റെ, പ്രത്യേകിച്ച് എൻ്റെ ടീം ചാമ്പ്യൻസിനോടുള്ള. ഗുഡ് മോർണിംഗ് BNI. എൻ്റെ പേര് രാകേഷ് ഒമ്പേടത്തിൽ, കാർ ഡീലറാണ്, BNI ഫാൽക്കൺസ് തിരൂർ. ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്യുന്ന ആളാണ്. കഴിഞ്ഞ ഒരു മാസം മുന്നേ ഉള്ള ഒരു MSP അറ്റൻഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് പരിചയപ്പെട്ട ഒരു പവർ 1-to-1 ചെയ്തിട്ടുണ്ടായിരുന്നു. അത് MSP തുടങ്ങുന്നതിന് മുന്നേ പവർ 1-to-1 ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പരിചയപ്പെട്ടു ഒരാൾ എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചു. ഞാൻ ആളുടെയും നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളി എൻ്റെ ഒരു സ്റ്റാറ്റസ് കാണുന്നത്. അതായത് ഒരു BYD കാറിൻ്റെ സ്റ്റാറ്റസാണ് കണ്ടത്. അത് പ്രകാരം പുള്ളി അതിൻ്റെ ഒരു ഡ്രൈവ് റിക്വസ്റ്റ് ചെയ്യുകയും ആ ഡ്രൈവ് കൊടുക്കുകയും ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസം മുന്നേ പുള്ളിക്ക് അതിൻ്റെ ആ ഒരു BYD ആറ്റോ 3 കാറ് ഞങ്ങൾ ഡെലിവർ ചെയ്യുകയും ചെയ്തു. ഇതാണ് നമ്മുടെ 1-to-1ൻ്റെ ശരിക്കുള്ള 1-to-1 അല്ല, പവർ 1-to-1 ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ BNIയിൽ 1-to-1 ചെയ്യാനുള്ള ചാൻസ് ഒരിക്കലും മിസ്സാക്കരുത്. അത് പവർ 1-to-1 ആണെങ്കിലും 1-to-1 കോൺക്ലേവ് ആണെങ്കിലും അത് നമ്മൾ മിസ്സാക്കരുത്. മാക്സിമം അത് നമ്മൾ BNIയിൽ അത് യൂട്ടിലൈസ് ചെയ്യുക. 1-to-1ൻ്റെ ഒരു പവർ തന്നെയാണ് എനിക്ക്, അതിൻ്റെ ഒരു ബെനിഫിറ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു. ഞങ്ങളൊരു 1-to-1 കൊളാബറേഷൻ്റെ ഒരു സക്സസ് സ്റ്റോറി പറയാനാണ്. ഇവിടെ കോമ്പറ്റീഷൻ ഇല്ല, കൊളാബറേഷൻ ആണെന്ന് സാർ എപ്പോഴും പറയാറുണ്ട്. അപ്പം ഞാനും എൻ്റെ ചാപ്റ്റർ മെമ്പറായിട്ടുള്ള നിസാമും കൂടെ റീസെൻ്റ് ആയിട്ടൊരു കൊളാബറേഷൻ 2 വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിസാം നമ്മുടെ പാർട്ട്ണർ ആയതുകൊണ്ട് തന്നെ ക്രിയേറ്റീവ് വർക്കാണ്. ഒരു ക്യാമ്പയിൻ ആയിരുന്നു, ഹോർഡിങ്സ് ക്യാമ്പയിൻ ആയിരുന്നു. ഇപ്പോൾ കോഴിക്കോട് സിറ്റിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, എല്ലായിടത്തും ഉള്ള ഇതിനേക്കാൾ മികച്ചത് മറ്റൊന്നില്ല എന്നുള്ളൊരു ഹോർഡിങ്സ് ഉണ്ടായിരുന്നു. അത് വളരെയധികം സക്സസ്ഫുൾ ആയി നല്ല രീതിയിൽ റൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ടൊരു ന്യൂസ് പേപ്പർ ആഡ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. സോ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരാളായി എൻ്റെ 1-to-1 പാർട്ട്ണർ വന്നു. അത് ഞങ്ങൾ 1-to-1 ഇരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലായത്. സോ വെരി ഹാപ്പി ഫോർ യു. ഞാൻ ഈ 1-to-1 കോൺക്ലേവില് സെക്യൂർ മാസിനോട് പറഞ്ഞപ്പോൾ പോരിലാണ് കരുതിയാണ്. പിന്നെ എപ്പോഴും ബാക്കിൽ കൂടും. അനക്കൊരു 20 ലക്ഷത്തിന്റെ ബിസിനസ് ഉണ്ടാക്കി തരാം. എനിക്കൊരു 10 ലക്ഷത്തിന്റെ ബിസിനസ് കിട്ടിയിരുന്നു. കാരണം സ്റ്റെയർ കേസ് എനിക്കൊരു 6 സ്റ്റെയർ കേസിന്റെ വർക്ക് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം 10ന്റെ മുകൾക്കായി. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ഞാൻ ഈ BNIയില് എല്ലാവരോടും എനിക്കൊരു പറയാനുള്ളത്, ഒരു വർഷം കഴിഞ്ഞ് ഒരു കാലം BNIയിൽ വെക്കരുത്. നിങ്ങൾ 2-3 വർഷം ആകുമ്പോഴത്തേക്ക് നല്ല ബിസിനസ് ഉണ്ട്. എനിക്ക് 1,90,00,000 ബിസിനസ് നിന്ന് കിട്ടിയിരുന്നു. അതിന്റെ ഓരോ കൊല്ലം ഈ BNI മീറ്റിംഗ് എനിക്ക് ബുധനാഴ്ച വരുമ്പോ അന്നാണ് ഈ ക്ലാസിന്റെ ലോഡ് വരിക. അപ്പൊ സെക്യൂർ മാസ്റ്റർ പറയും 4 ആഴ്ച നടക്കൂലിട്ട് അറിയും. പക്ഷെ സെക്യൂർ മാസ്റ്റർ ഇയാൾ പോയ അന്റെ ഞാനാണ് പുതുക്കും, പിന്നെ ഇവിടെ വരേണ്ടി പറയും. അങ്ങനെ ഈ 3 വർഷം ഞാൻ പുതുക്കി. അൽഹംദുലില്ലാഹ് എനിക്ക് 66 ലക്ഷം രൂപയുടെ ബിസിനസ് കൊടുക്കാൻ കഴിഞ്ഞു. എനിക്കിപ്പോ സങ്കടം എന്താ വെച്ചാൽ കൂടുതൽ കൊടുക്കാൻ കഴിയാത്ത സങ്കടമാണ്. അത് ഞാൻ അതിനകത്ത് പ്രത്യേകം എന്റെ ബിസിനസ് ഇപ്പൊ വന്നുകൊണ്ടേ ഇരിക്കാണ്. 1,90,00,000 ബിസിനസ് എനിക്ക് വന്നു. അപ്പൊ ഗ്ലാസ് പെരിന്തൽമണ്ണ ഞാൻ അറിയാതെ ഒരു ഗ്ലാസ് ഓർഡർ, മലപ്പഞ്ചിയിൽ ഞാൻ അറിയാതെ ആരും ഇടൂലാന്ന് അവർക്ക് എത്തിക്കാനാണ് എന്റെ ശ്രമം. ഓക്കെ, താങ്ക് യു. വെരി ഗുഡ്.